+2 Chemistry, Unit 14, Biomolecules. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് വാട്ട് ആർ ബയോമോളിക്യൂൾസ്, വിച്ച് ആർ ബയോമോളിക്യൂൾസ്, വാട്ട് ആർ കാർബോഹൈഡ്രേറ്റ്സ്, ഹൗ ദേ ആർ ക്ലാസിഫൈഡ്, ഹൗ ഗ്ലൂക്കോസ് ഈസ് പ്രിപ്പയർഡ്. ഇത്ര കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം വാട്ട് ആർ ബയോമോളിക്യൂൾസ്, എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? ദ മോളിക്യൂൾസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ലൈഫ്, ജീവന് ആവശ്യമായിട്ടുള്ള, ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ജീവന് ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് ആർ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. വിച്ച് ബിൽഡ് അപ്പ് ലിവിംഗ് ഓർഗാനിസം ആൻഡ് ആർ റിക്വയർഡ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്. ലിവിംഗ് ഓർഗാനിസംസ്, അതായത് പ്ലാന്റ്സ്, അനിമൽസ്, അതിന് ഉണ്ടാക്കിയിരിക്കുന്ന, പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഉണ്ടാക്കിയിരിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ബയോമോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് എന്തിനും ആവശ്യമാണ്? റിക്വയർഡ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്. ഈ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമാണ്. അതായത് പ്ലാന്റ്സിനെയും അനിമൽസിനെയും നിർമ്മിച്ചിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ബയോമോളിക്യൂൾസ്. ഈ ബയോമോളിക്യൂൾസ് ഈ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഗ്രോത്തിനും മെയിൻ്റനൻസിനും ആവശ്യമാണ്, വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമാണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ്? പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, വൈറ്റമിൻസ്, ഹോർമോൺസ്, അങ്ങനെ പല ടൈപ്പ് ബയോമോളിക്യൂൾസ് ഉണ്ട്. അതിൽ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ്. വാട്ട് ആർ കാർബോഹൈഡ്രേറ്റ്സ്, എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? ഈ പേര് വന്നത് ഇങ്ങനെയാണ്, ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ, അതാണ് കാർബോഹൈഡ്രേറ്റ്. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഫോർമുല ഇതാണ്: CxH2O ടൈംസ്. CxH2O ടൈംസ്. നോക്കൂ, H2O ഹൈഡ്രേറ്റ്, ആരുടെ? കാർബൺ, കാർബൺ. അപ്പൊ ഹൈഡ്രേറ്റ് ഓഫ് കാർബൺ, അങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന പേര് വന്നത്. അതിൽ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6. ഫ്രക്ടോസിന്റെ ഫോർമുല അത് തന്നെയാണ്, C6H12O6. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, C6H2O6 ടൈംസ് എന്ന് എഴുതാം. ഇവിടെ H12O6 എന്നല്ല കാണുന്നത്, അത് നമുക്ക് എന്ത് എഴുതാം? H2O6 ടൈംസ് എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ, ഈ ഗ്ലൂക്കോസിന്റെ കേസിൽ അല്ലെങ്കിൽ ഈ ഫ്രക്ടോസിന്റെ കേസിൽ ഈ എക്സും 6 ആണ്, വൈയും 6 ആണ്. എക്സ് 6 ആണ്, വൈയും 6 ആണ്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ഇത് ഒബേ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ഈ ഫോർമുല ഒബേ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. അതിന് എക്സാമ്പിളാണ് റാംനോസ്. റാംനോസിന്റെ ഫോർമുല നോക്കൂ, C6H12O5 ആണ്. O6 ആണെങ്കിൽ ഇത് ഒബേ ചെയ്യായിരുന്നു, അനുസരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ O5 എന്നേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഏത് ഫോർമുല അനുസരിക്കുന്നില്ല? CxH2O ടൈംസ് എന്നുള്ള ഫോർമുല അനുസരിക്കുന്നില്ല. ഇത് കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷെ ഇത് അനുസരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ ഡെഫിനിഷൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതുകൂടാതെ വേറെ ചില മോളിക്യൂൾസ് ഉണ്ട്, ഈ ഫോർമുല ഉണ്ട് പക്ഷെ അത് കാർബോഹൈഡ്രേറ്റ് അല്ല. അങ്ങനെയും ചില മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഡെഫിനിഷൻ? നമുക്ക് അനുയോജ്യമല്ലാന്ന് മനസ്സിലായി. ഏത് ഡെഫിനിഷൻ? ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. ഓക്കെ, അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആർ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന ഡെഫിനിഷൻ ശരിയാവില്ല. എന്നാലും നമ്മൾ ഈ ടേം തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്? അതാണ് പറയാൻ പോകുന്നത്. ഗ്ലൂക്കോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന്റെ ഫോർമുല സ്ട്രക്ചറാണ് ഈ കാണുന്നത്. നോക്കൂ, ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ കുറെ OH ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? OH, പോളിഹൈഡ്രോക്സി, കുറെ പോളിഹൈഡ്രോക്സി എന്ന് പറയാം. നോക്കൂ, CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഇതെന്താണ്? പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണ്. ഗ്ലൂക്കോസ് ഈസ് എ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്. അതായത് കുറെ OH ഗ്രൂപ്പുള്ള, ഇതിൽ 5 OH ഗ്രൂപ്പ് ഉണ്ട്, കുറെ OH ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് ആണ് ഗ്ലൂക്കോസ്. ഈ കാണുന്നത് ഫ്രക്ടോസിന്റെ സ്ട്രക്ചറാണ്. CO ഗ്രൂപ്പ് കീറ്റോണിക് ഗ്രൂപ്പാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ കുറെ OH ഗ്രൂപ്പ് ഉണ്ട്, 1 2 3 4 5 OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെന്ത് പറയാം? പോളിഹൈഡ്രോക്സി കീറ്റോൺ എന്ന് പറയാം. പോളിഹൈഡ്രോക്സി കീറ്റോൺ, ഒരുപാട് OH ഗ്രൂപ്പുള്ള കീറ്റോൺ. ഓക്കെ, അപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ്സ് ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഓർ കോമ്പൗണ്ട്സ് വിച്ച് ഗിവ്സ് ദീസ് ഓൺ ഹൈഡ്രോളിസിസ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആണ്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ, അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഇതിൽ ഏതെങ്കിലും കിട്ടും. അതായത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് കിട്ടും, അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് കിട്ടും. ഓക്കെ,
ദീസ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾസ്. അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ തിരിക്കുന്ന മോളിക്യൂൾസ് ആണ്, റൊട്ടേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് എല്ലാ കാർബോഹൈഡ്രേറ്റ്സും. ഓക്കെ, വാട്ട് ആർ കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ് ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇന്ന് ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്: കാർബോഹൈഡ്രേറ്റ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഓർ കോമ്പൗണ്ട്സ് വിച്ച് ഗിവ്സ് ദീസ് ഓൺ ഹൈഡ്രോളിസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ വർഗീകരണം: മോണോസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം: മോണോസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്. എന്താണ് മോണോസാക്രൈഡ്സ്, എന്താണ് ഒലിഗോസാക്രൈഡ്സ്, എന്താണ് പോളിസാക്രൈഡ്സ്? അതാണ് പഠിക്കാൻ പോകുന്നത്. മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ എന്ന് പറഞ്ഞാൽ ദീസ് കാർബോഹൈഡ്രേറ്റ്സ് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഇൻടു സ്മോളർ മോളിക്യൂൾസ്. ഈ കാർബോഹൈഡ്രേറ്റ്സിന്, ഈ മോണോസാക്രൈഡ്സിന് അതിനേക്കാൾ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യാൻ കഴിയില്ല. കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഇൻടു സ്മോളർ മോളിക്യൂൾസ്. അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ എന്തിന്റെ എക്സാമ്പിളാണ്? മോണോസാക്രൈഡ്സിന്റെ എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഒലിഗോസാക്രൈഡ്സ്. ഒലിഗോ എന്ന് പറഞ്ഞാൽ ഫ്യൂ എന്നാണ് മീനിങ്, കുറച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ചെയ്ത് കുറച്ച് മോളിക്യൂൾ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സിന് പറയുന്നവരാണ് ഒലിഗോസാക്രൈഡ്സ്. ഓക്കെ, ദീസ് ആർ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ് 2 to 10 മോണോസാക്രൈഡ് യൂണിറ്റ്സ്. ഹൈഡ്രോളിസിസ് നടത്തിയാൽ 2 മുതൽ 10 വരെ മോണോസാക്രൈഡ്സ് കിട്ടുന്ന മോളിക്യൂൾസിന് പറയുന്നവരാണ്, കാർബോഹൈഡ്രേറ്റ്സിന് പറയുന്നവരാണ് ഒലിഗോസാക്രൈഡ്സ്. ഒലിഗോ മീൻസ് ഫ്യൂ, കുറച്ച്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഈ സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ എന്ന് പറയുന്നത് ഒലിഗോസാക്രൈഡ് ആണ്. ഒലിഗോസാക്രൈഡിൽ പല ടൈപ്പ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഡൈസാക്രൈഡ്സ്, അതുപോലെ ട്രൈസാക്രൈഡ്സ്, ടെട്രാസാക്രൈഡ്സ്, അങ്ങനെ പോകും. അതായത് ഈ സൂക്രോസ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ 2 മോണോസാക്രൈഡ് ആണ് കിട്ടുക. അതുകൊണ്ടാണ് അത് ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. അതുപോലെ മാൾട്ടോസ് ആണെങ്കിലും ലാക്ടോസ് ആണെങ്കിലും ഹൈഡ്രോളിസിസ് ചെയ്തു കഴിഞ്ഞാൽ 2 മോണോസാക്രൈഡ്സ് കിട്ടും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡൈസാക്രൈഡ്സ്. 3 കിട്ടുകയാണെങ്കിൽ ട്രൈസാക്രൈഡ്സ് എന്ന് പറയും. 4 കിട്ടുകയാണെങ്കിൽ ടെട്രാസാക്രൈഡ്സ്. അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഒലിഗോസാക്രൈഡ്സ്. ഓക്കെ, നെക്സ്റ്റ് പോളിസാക്രൈഡ്സ്. ഹൈഡ്രോളിസിസ്, പോളി എന്ന് പറഞ്ഞാൽ മെനി, ഒരുപാട് എന്നാണ് മീനിങ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മോണോസാക്രൈഡ്സ് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ് പോളിസാക്രൈഡ്സ് എന്ന് പറയുക. ഓക്കെ, ദീസ് ആർ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ് ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ്സ് യൂണിറ്റ്സ്. ഒരുപാട് എണ്ണം മോണോസാക്രൈഡ് യൂണിറ്റുകൾ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സിന് പറയുന്നവരാണ് പോളിസാക്രൈഡ്സ്. എപ്പോഴാണ് കിട്ടുക? ഓൺ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് നടത്തിയാൽ, അതായത് വാട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യിച്ചാൽ, ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഒരുപാട് മോണോസാക്രൈഡ് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് പോളിസാക്രൈഡ്സ്. അതിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, രണ്ടിന്റെയും ഫോർമുല ഇതാണ്: C6H10O5 n ടൈംസ്. C6H10O5 n ടൈംസ്. n എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആവാം, ഒരുപാട് മോളിക്യൂൾസ്. ഓക്കെ, ഇനി നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: റെഡ്യൂസിങ് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പൊ എന്താണ് റെഡ്യൂസിങ് ഷുഗർ, എന്താണ് നോൺ റെഡ്യൂസിങ് ഷുഗർ? റെഡ്യൂസിങ് ഷുഗർ: കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് റെഡ്യൂസ് ടോളറൻസ് റിയേജന്റ് ആൻഡ് ഫെഹ്ലിൻ സൊല്യൂഷൻ ആർ കോൾഡ് റെഡ്യൂസിങ് ഷുഗർ. ടോളറൻസ് റിയേജന്റ്, ഫെഹ്ലിൻസ് റിയേജന്റ്, ഇതിനെ റിഡക്ഷൻ നടത്താൻ കഴിയുന്ന കാർബോഹൈഡ്രേറ്റുകളെ പറയുന്നവരാണ് റെഡ്യൂസിങ് ഷുഗർ. ടോളറൻസ് റിയേജന്റ്, ഫെഹ്ലിൻസ് റിയേജന്റ്, ഇതിനെ റിഡക്ഷൻ നടത്താൻ കഴിയുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് റെഡ്യൂസിങ് ഷുഗർ. അതിന് എക്സാമ്പിളാണ് ഓൾ മോണോസാക്രൈഡ്സ്. അതായത് എല്ലാ മോണോസാക്രൈഡ്, അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് തുടങ്ങിയ എല്ലാ മോണോസാക്രൈഡുകളും, മാൾട്ടോസ്, ലാക്ടോസ്. അതായത് ഡൈസാക്രൈഡ്സിൽ സൂക്രോസ് ഒഴിക്കാനുള്ളത്, സൂക്രോസ് അതിൽ പെട്ടതല്ല, മാൾട്ടോസ്, ലാക്ടോസ്. ഓക്കെ, ഇനി എന്താണ് നോൺ റെഡ്യൂസിങ് ഷുഗർ? അപ്പോൾ ടോളറൻസ് റിയേജന്റിനെയും ഫെഹ്ലിൻ സൊല്യൂഷനെയും റിഡക്ഷൻ നടത്താൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റുകളാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ. കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് കനോട്ട് റെഡ്യൂസ് ടോളറൻസ് റിയേജന്റ് ആൻഡ് ഫെഹ്ലിൻ സൊല്യൂഷൻ ആർ കോൾഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. അത് എക്സാമ്പിളാണ് പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സിന് എക്സാമ്പിളാണ് സൂക്രോസ്, സ്റ്റാർച്ച്, അതായത് സൂക്രോസ് അല്ല, സ്റ്റാർച്ച്, സെല്ലുലോസ്. സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ പോളിസാക്രൈഡ്സ് ആണ്. പോളിസാക്രൈഡ്സ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അതുപോലെ ഒലിഗോസാക്രൈഡ്സിൽ വരുന്ന അല്ലെങ്കിൽ ഡൈസാക്രൈഡിൽ വരുന്ന സൂക്രോസ്, അതും എന്ത് തന്നെയാണ്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഓക്കെ, അതായത് ഡൈസാക്രൈഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്?
സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ആണ്. അതിൽ സൂക്രോസ് മാത്രം നോൺ റെഡ്യൂസ്ഡ് ഷുഗർ, ബാക്കി മാൾട്ടോസും ലാക്ടോസും റെഡ്യൂസ്ഡ് ഷുഗർ. റെഡ്യൂസ്ഡ് ഷുഗറിന്റെ എക്സാമ്പിൾ എല്ലാ മോണോസാക്രൈഡ്സും മാൾട്ടോസ്, ലാക്ടോസ്. നോൺ റെഡ്യൂസ്ഡ് ഷുഗറിന്റെ എക്സാമ്പിൾ സൂക്രോസ്, ഡൈസാക്രൈഡിൽ സൂക്രോസ്, പിന്നെ പോളിസാക്രൈഡ്സ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോസാക്രൈഡിന്റെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞത്. ആ ഗ്ലൂക്കോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഗ്ലൂക്കോസ് എങ്ങനെയാണ് കിട്ടുന്നത്? When sucrose is boiled with dilute acid, glucose and fructose are formed. സൂക്രോസിനെ ഡൈല്യൂട്ട് ആസിഡിന്റെ പ്രസൻസിൽ തിളപ്പിച്ചാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. ഓക്കെ, അതിന്റെ റിയാക്ഷനാണ് ഈ കാണുന്നത്. C12H22O11, ഇതാണ് സൂക്രോസ്. C12H22O11 സൂക്രോസ്, പഞ്ചസാര, പ്ലസ് H2O ഹൈഡ്രോളിസ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ആസിഡിൽ അടങ്ങിയിട്ടുള്ള അയോണാണ് H+. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാ? C6H12O6 പ്ലസ് C6H12O6. അതിലൊന്ന് ഗ്ലൂക്കോസ്, അടുത്തത് ഫ്രക്ടോസ്. രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.